ഇവനെ ഞാൻ ഒരു വർഷം കൂടെ ഇടാന്ന് ചെയ്ത് കൊടുക്കൂലായിരുന്നു. ഒരു ആനയിടത്തര ആയനായിരുന്നു. ഇനിയും വളരുമായിരുന്നു. കാര്യമായിട്ടാണ് നമ്മൾ അതിനെ നോക്കുന്നത്. ഞാൻ കുളിക്കുമെങ്കിൽ അവൻ പറയും കുളിപ്പിക്കും ഡെയിലി. പെരുന്നാളിന് ആവശ്യമായിട്ടുള്ള 2 പോത്തുകളുണ്ട്. ഒരെണ്ണം 1000 കിലോയ്ക്കകത്ത് വരും. അമ്മാതിരി പോത്തുകളാണ്. കണ്ടോ, എൻ്റെ ഈ തലയ്ക്കത്ര ഹൈറ്റിലാണ് ഈ 2 പോത്തും ഉള്ളത്. വേണ്ടവര് ഈ വീഡിയോയിൽ നമ്പറും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്, വിളിക്കേണ്ടതാണ്. നല്ല 1.5 പോത്താണ്. പള്ളിക്കാർക്ക് വേണമെങ്കിലും എടുക്കാം, ആർക്ക് വേണമെങ്കിലും വാങ്ങിക്കാൻ പറ്റും. നല്ല 1.5 സൈസ് പോത്താണ്. ഇനിയും വളരും. ഒരെണ്ണം വന്നിട്ട് 1000 കിലോയ്ക്ക് പുറത്തുണ്ട്. വില എല്ലാ കാര്യങ്ങളും നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു തരും. വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ചേട്ടാ നമസ്കാരം. ഈ പോത്തിനെ കൊടുക്കാനാണോ? പോത്തിനെ നമുക്ക് കൊടുക്കാം. ഈ സ്ഥലപ്പേരെന്തോ? ഈ സ്ഥലം കേക്കോണം ഉപ്പ് കണ്ടം പള്ളിക്കൽ. ഇത് എത്ര പോത്തുണ്ട്? ഇത് 2 പോത്ത്, 2 ചെറിയ പോത്ത്, 2 വേറെയുണ്ട്. അപ്പൊ ഇതിപ്പോ എത്ര നാളായി മേടിച്ചിട്ട്? ഇത് ഒരാൾ വളർത്തിയ പോത്താണ്, അയാളെ നിന്ന് വാങ്ങിച്ചതാ? ചെറുപ്പത്തിൽ മേടിച്ചതാണ്? അല്ലല്ല, വലിയ പോത്ത് അതിന് ശേഷം വാങ്ങിച്ചതാ. അത് 2 ഭയങ്കര ഇതാന്ന് തോന്നുമല്ലോ. പുതിയ ആളിനെ കണ്ടു കഴിഞ്ഞാല് ചെറുതായിട്ടൊന്ന് ചാടും. എന്ന് വിചാരിച്ച് പാവങ്ങളാണ്, ഒന്നും ചെയ്യില്ല. 2 ഇണയാ. നമ്മള് തീറ്റകളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ 1 ദിവസം കൊണ്ട് നമ്മളായിട്ട് ഇണങ്ങും. വേറെ ശല്യമൊന്നും. വളർത്തുന്നവർക്ക് വളർത്താം, അല്ലാത്തവർക്ക് വേണേലും മേടിക്കാം. പെരുന്നാളായിട്ട് ഉദയം കൊടുക്കുന്നവർക്കൊക്കെ കൊടുക്കാം. പള്ളിക്കാർക്കാണെങ്കിലും വളരാൻ കൊമ്പുകള് വെച്ച് നോക്കുമ്പോ നമുക്ക് ഇനി നിർത്താൻ പറ്റില്ല. കൊമ്പ് തലയിൽ തട്ടാറായി. ഇനി ആന്ന് കഴിഞ്ഞാൽ തലയിൽ തട്ടും കൊമ്പ്. അല്ലെങ്കിൽ അവനെ മുറിച്ചാൽ പിന്നെ ഡിമാൻഡ് പോയി. ഇത് പിന്നെ കൊമ്പിന്റെ വളർച്ച ഇതായിപ്പോയി. തലയിൽ തട്ടിപ്പോയി. ഇനി കൊമ്പ് വളരാൻ പറ്റില്ല. ഇതിപ്പോ എത്ര മാസമായി കറക്റ്റ് മേടിച്ച് വളർത്തിയിട്ട്? ഇത് ഒരു 1.5 വർഷം കഴിയും. 1.5 വർഷം കഴിയും. പിന്നെ എന്തൊക്കെയാ തീറ്റയൊക്കെ കൊടുക്കുന്നത്? തീറ്റ നമ്മൾ കൊടുക്കുന്ന പറഞ്ഞാല് പിന്നെ പരുത്തി പിണ്ണാക്കും, പിന്നെ ഗോതമ്പ് തവിട് മിക്സാക്കി കൊടുക്കും. അതല്ല ഇതിന് പിന്നെ കാലി തീറ്റ പ്രത്യേകം തവിട് വരുന്നുണ്ട്, ഗോതമ്പിന്റെ തവിട്. ഗോതമ്പിന്റെ തവിട് അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വേറെ പിന്നെ പുളിയേരിയ ഉപ്പെല്ലാം ബുദ്ധിമുട്ടാണ്. പിന്നെ വിലയും കൂടുതൽ. ഈ ഒരു വർഷമായിട്ട് ഇതിന് ഗോതമ്പിന്റെ തവിടും ഈ പരുത്തി പിണ്ണാക്ക്, പിന്നെ ചക്ക, മരച്ചീനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളൂ. പിന്നെ കൈത്തീറ്റ പച്ചപ്പുല്ല്, കച്ചില്, അത് സാധാരണ നമ്മള് അതിന്റെ തീറ്റയാണല്ലോ. ഈ പോത്ത് വളർത്തല് എല്ലാരും പറയുന്നത് ലാഭം ഇല്ല എന്ന് പറയുന്നത്. ലാഭം തന്നെയാണ്. ഒരു നഷ്ടവും വരില്ല. അതിന് തീറ്റ എടുത്ത് വളർത്തിയാൽ വിൽക്കുമ്പോൾ നമ്മൾ മേടിക്കുന്ന ഡബിൾ. പക്ഷെ വളരുന്ന ജാതി കുട്ടികളെ നോക്കിയെടുക്കണം. അതായത് ഇപ്പോഴത്തെ ബ്രീഡ് എന്ന് പറഞ്ഞാൽ മുറ ആയിട്ട് തന്നെ മേടിക്കണം, എന്നാൽ മാത്രമേ വളരൂ. പിന്നെ ജാഫ്രാദി കൊള്ളാം. അല്ലാതെ ആന്ധ്ര പിന്നെ തമിഴ്നാട്ടിൽ നിന്ന കുട്ടികളാണെങ്കിൽ നമ്മൾ മേടിക്കുന്നതിൻ്റെ അത്രയാണോ അടുത്ത വർഷം നോക്കുമ്പോൾ. ചിലർ ഇഞ്ചക്ഷൻ ഒക്കെ കൊടുത്തിട്ടായിരിക്കും. അത് വെറുതെ പറയുന്നതാണ്. ഇഞ്ചക്ഷൻ അങ്ങനെ കൊടുക്കാനില്ല. നമ്മളിതിന് വിരയുടെ ഗുളിക കൊടുക്കുക. വിരഗുളി എല്ലാ മാസവും പിന്നെ 3000-ന്റെ ഗുളിക കൊടുക്കും. ഓരോ മാസം കൂടുമ്പോ 3000. അത് കൊടുത്താൽ മാത്രമേ പിന്നെ ഇവരെ വയലിലെ വിരകൾ പോകും. സ്ഥിരം കൊടുക്കും, എല്ലാ മാസവും കൊടുക്കും. അതിപ്പോഴും നല്ല ആ കുട്ടിയൊക്കെ ഞാൻ കൊടുക്കും. 15 ദിവസം കഴിയുമ്പോൾ കൊടുക്കും. എന്നാൽ മാത്രമേ നമുക്ക് ഇവരെ വയറ്റിൽ, കാരണം ഈ മണ്ണിൽ നിന്ന് വലിയ അവര് പച്ച പുല്ലുകൾ പറിക്കുന്നത് എങ്ങനെയാലും പിന്നെ വിരകളുണ്ടാവും. അതുകൊണ്ടാണ്. നല്ല ഇണങ്ങുന്ന ഇനമല്ലേ? പെട്ടെന്ന് ഇണങ്ങും. നമ്മൾ വിളിച്ചാൽ അവിടെ വന്നിരിക്കും. നമ്മൾ ഒന്നിപ്പോ ഇത് നിങ്ങൾ നിന്നുകൊണ്ടാണ് ഇങ്ങനെ ചാടിയത്, അല്ലെങ്കിൽ അവര് ഒന്നും ചെയ്യില്ല. എന്നിട്ട് തന്നെ എന്റെ കയ്യിൽ നക്കുന്നത്. അപ്പൊ അത്രയും ഇണക്കുണ്ടെങ്കിൽ നമ്മളെ നക്കൂ. അപ്പൊ ചേട്ടാ ഇത് ഒരു വർഷം ഇതിനെ 2 എണ്ണത്തിനെ വെച്ച് മേടിക്കുക, കൊടുക്കുക. ലാഭം ഇല്ലാതെ ഈ പരിപാടി നടത്തത്തില്ല. ലാഭമൊക്കെ കിട്ടും. പിന്നെ നല്ല 2 കുട്ടികളാണെങ്കിൽ ഒരു 10-30 രൂപ ഒരു കുട്ടിയെ മേടിച്ചു കഴിഞ്ഞാൽ ഒരു വർഷം കഴിയുമ്പോൾ നമുക്ക് എത്ര രൂപ കൊടുക്കാം? 1 രൂപ ചോദിക്കാതെ നമ്മൾ എടുത്തില്ല എന്ന് പറയും. നമ്മുടെ അടുത്തിലെ ആള് വരും. ഈ വളരുന്ന ജാതിയാണെങ്കിൽ 1 രൂപ തരട്ടെന്ന് ചോദിക്കും. അത് ഈ പിന്നെ എന്നും പോത്ത് തന്നെ മേടിക്കണം. അപ്പൊ നമ്മളൊരു പോത്തിനെ എടുക്കുമ്പോ എന്തൊക്കെയാ നോക്കണ്ടേ? പോത്തിനെ മേടിക്കുമ്പം പോത്തിന്റെ നീളം നല്ല നീളമുള്ള പോത്തായിരിക്കണം. കാൽ പൊക്കം ഉള്ളതായിരിക്കണം. പിന്നെ അവന്മാരെ തലത്തിൽ വലിയ ഇലയൊക്കെ ആയിരിക്കണം. ആൾക്കാർ പറയില്ല പിന്നെ മണ്ടനാണെങ്കിൽ അവന്റെ തല വലുതുണ്ട്, അങ്ങനെ ഒരു ഇത് വേണം. പിന്നെ അതിന്റെ മുതുവിന്റെ ഇത് മേവിടെ പൊങ്ങിയിരിക്കുന്നത് മാത്രമേ മേപ്പോട്ട് പോകും. എല്ലാം നോക്കി തന്നെ എടുത്താൽ നമുക്ക് എന്തുകൊണ്ട് പ്രയോജനം? ഒരിക്കലും പോത്ത് നഷ്ടമല്ല. തീറ്റി കൊടുക്കുന്ന ഒരാളിനെ സംബന്ധിച്ച് ഒരിക്കലും പോത്ത് നഷ്ടമല്ല. കൊടുക്കാൻ വെച്ചേക്കുന്നേ കൊടുക്കാനെന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടെ ഒരു 550-ന്റെ മുകളിൽ മീറ്റ് വരും. രണ്ടും കൂടെ മീറ്റ് മാത്രം. ഒരു 275. ഇത് ഏതാണ്ട് 300 കിലോ മീറ്റ് കിട്ടും ഒന്ന്. അതും ഒരു 275 കിട്ടും എന്നാ നമ്മളെ കണക്ക്. അപ്പൊ അതിൻ്റെതായ വില നമുക്ക് കിട്ടിയാൽ കൊടുക്കാം.
ഇറച്ചി വിലയാണെങ്കിൽ എത്ര രൂപ വെച്ച് കിലോയ്ക്ക് എത്ര രൂപ വെച്ച് കൊടുക്കാൻ പറ്റും? ഇതെങ്ങനെ കൊടുക്കുന്നത്? മോഹവിലയാണ് തൂക്കവിലയാണ്? മോഹമാണെങ്കിലും തൂക്കം കണക്ക് കൂട്ടും. എങ്ങനെ കൊടുക്കാൻ പറ്റും? എന്തായാലും ഒരു കിലോ ഇറച്ചിക്ക് അവരിപ്പോ ഇതെല്ലാം ജീവനുള്ള ഈ ഒരു 500 രൂപ റേറ്റ് ഇട്ട് വിറ്റ് പോകും. ഇപ്പൊ അങ്ങനെ എല്ലാം വിറ്റ് പോകണം. 450 രൂപ വെച്ച് ഇറച്ചി വിൽക്കണം 500 രൂപ ഇതൊക്കെ മോഹമെല്ലാം ഇട്ട് പോകും. അതും അതിൽ കൂടുതൽ ഇന്ന് ഒരാൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇതിപ്പോ ഒരാൾ വന്നിട്ട് 2 എണ്ണത്തിന് ഒന്നിച്ചെടുക്കുകയാണെങ്കിൽ 2.5 ലക്ഷം രൂപ ചോദിക്കും. എങ്ങനെ? അത്രയും നമ്മൾ ചോദിക്കും. പിന്നെ വില കുറച്ച് കുറയും. പറഞ്ഞാൽ എന്തെങ്കിലും അത് ഒരുമിച്ച് എടുക്കുന്നതുകൊണ്ട് നമ്മൾ എന്ത് സാധനം എടുത്താലും നമുക്കത് യോഗ്യമായ രീതിയിൽ അവർ ഒരെണ്ണമായിട്ട് കൊടുക്കുമോ 2 ആയിട്ടാണ്? ഒന്ന് കൊടുത്താൽ പിന്നെ ഒന്നിന് ഇണയായി പിന്നെ അവർ കയറ് പറിച്ച് കൊണ്ടുപോകും. ചിലപ്പോൾ കൊണ്ടുപോകുന്ന തീറ്റയൊന്നുമില്ല. അപ്പൊ രണ്ടും കൂടെ ഒരുമിച്ച് കൊടുക്കണമെന്നുള്ളതാണ് കൊടുക്കാനുള്ളതാണ് ഇത് താല്പര്യം. ചേട്ടന്റെ മൊബൈൽ നമ്പർ ഒന്ന് പറയാമോ? ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ? 9961900807. സ്ഥലം ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു. സ്ഥലം KK കോണം ഉപ്പുകണ്ടം, കൊല്ലം ജില്ലയല്ലേ? തിരുവനന്തപുരം ജില്ലയില് പള്ളിക്കൽ KK കോണം ഉപ്പുകണ്ടം വീട്ടുപേര് ഉപ്പുകണ്ടം അരീത് കുട്ടി. ചേട്ടന്റെ പേര്? എന്റെ പേര് ആരീത് കുട്ടി ഉപ്പുകണ്ടം. അപ്പൊ വേണ്ടവര് ഈ ചേട്ടന്റെ നമ്പറിൽ വിളിച്ചാൽ മതി. നല്ല ഒത്ത പോത്താണ് അല്ലേ? പോത്ത് വൃത്തിയുണ്ട്, ഒരു കുഴപ്പമില്ല, നല്ല പോത്താ. അത്രയും കാര്യമാണ്. അറിയാം. അല്ല, ഒരു നേരം ബാക്കി 2 സമയം വെള്ളം അടിച്ചു കൊടുക്കും. ഒരു കൊതു അടിച്ച പാടവന്മാരെ പുറത്തുണ്ടാന്ന് നോക്കി ഉണ്ടാ. ഇതിനകത്തെ ഈ കൈത്തീറ്റ കൊടുക്കുന്നത് ഒരു നേരം കൊടുക്കുന്നുള്ളൂ? 2 നേരം കൊടുക്കും. രാവിലെ ഒരു ചെറിയ രീതി തീറ്റി കൊടുക്കും, വൈകിട്ട് നല്ലത് കൊടുക്കും. ഇത് രണ്ടും 2 നേരം കൊടുക്കും. രാവിലെ ഒരു മീഡിയം, കാരണം അല്ലെങ്കിൽ എന്ന് പറയാൻ മേയില്ല കൊണ്ട് കെട്ടിയ. അപ്പൊ വൈകിട്ട് പിന്നെ ഫുള്ളായിട്ട് കൊടുത്ത് കച്ചിലോട്ട് കൊടുക്കും. ഇപ്പൊ താഴെ തണുപ്പത് കണ്ട് വെയിൽ താഴ്ക്കുന്നവര്. ചില ആൾക്കാരെ ഈ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന പഴത്തൊലിയും ഏത്തക്കാട തൊലിയും കൊടുക്കുമല്ലോ, അത് കൊണ്ടേ കൊടുക്കാം. അത് മാത്രം കൊടുക്കുന്ന വിചാരിച്ച് പോത്ത് വന്നാവൂല. ആൾക്കാരുടെയും വേസ്റ്റ് അത് കൊടുക്കുന്ന പറഞ്ഞാൽ നല്ലപോലെ കഴുകണം. അത് കൊണ്ടുവന്ന് അത് വെട്ടിയിട്ട് കഴുകി മാത്രമേ അവിടെ മലക്കറി വെച്ച് കൊണ്ടുവന്ന് അതുപോലെ വെച്ച് കൊടുത്താൽ പോത്തി എത്തും. ഭയങ്കര വിഷാംശങ്ങളാണ്. ഒരിക്കലും അങ്ങനെ ഇട്ട് കൊടുക്കില്ല. നമ്മൾ കൊണ്ടുവന്ന് നമ്മൾ കഴിക്കാൻ എടുക്കുന്ന പോലെ അത് കട്ട് ചെയ്തെടുത്ത് പിന്നെ കംപ്ലീറ്റ് കഴുകി അതുപോലെ നോക്കിയാലേ ഉപയോഗമുള്ളൂ. അതുപോലെ നോക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ വീഡിയോ എടുക്കാം. ചൊറിയും അതിന്റെ പുറത്തെ തൊലിയും എല്ല് പോലും കാണാനില്ല. കാണാനില്ല.